ഒരു തൃശ്ശൂർക്കാരിയായ ഞാൻ ഇന്നേ വരെ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ കാണുന്നല്ലാണ്ട് തൃശ്ശൂർ പൂരം ഇന്നേ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടാ. ഇപ്പൊ ഞാൻ കൊല്ലത്ത് വന്നിട്ട് കൊല്ലം പൂരം കാണാൻ വന്നേക്കാട്ടാ. കൊല്ലം പൂരാണോ തൃശ്ശൂർ പൂരാണോ വലുതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. കുടമാറ്റം കാണാനായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് കേറി നിൽക്കാൻ പറ്റണല്ലേ, കാരണം ഒട്ടുക്കത്തെ ചൂടെടുത്ത് പുഴുങ്ങാണ്. അതുകൊണ്ട് പിന്നെ അതിന്റെ പുറത്ത് ഇതേപോലെ കുറെ അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിൽക്കാറുണ്ടോ ഞാനും വിനു. ഇത് കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി എന്റെ അടുത്ത് വന്ന് മിണ്ടിയായിരുന്നെ. പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടാ. കൊല്ലം പൂരത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയണവരെ മാത്രമേ കാണുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് സുനിച്ചേട്ടനും ഇത് സുനിച്ചേട്ടന്റെ ഫ്രണ്ടുമാണ്. അതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. ഇവർ രണ്ടുപേരും വിനുവിന്റെ ഫ്രണ്ട് ആണെന്ന് എനിക്കറിയുള്ളൂ. ഇപ്പൊ പിന്നെ കുഞ്ഞെടുപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാല് കുഞ്ഞിപ്പെണ്ണായിട്ട് ഓർമ്മ വരിക. ഇതിന്ന് അവൾക്ക് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിട്ട് നിൽക്കുന്നത്. എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നെ കാണാനായിട്ട്. അവസാനം എന്താ ഈ ഒരു ആനക്കുട്ടിനെ ഞാൻ ഫിക്സ് ചെയ്ത് ഇതിന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. നാളെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോവുക. അതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചാട്ടത്. അതും മേടിച്ച് കുറച്ചേരത്തെ വർണ്ണമഴ കണ്ടിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോഴേ നമ്മുടെ ഗിവ് അവേ വിന്നർ ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത ആളെ സെലക്ട് ചെയ്യൂട്ടോ.